ഇടുക്കി തങ്കമണിയിൽ മകന്റെ പരാതിയിൽ അമ്മ അറസ്റ്റിലായി. മകളുടെയും മരുമകളുടെയും 24 ഗ്രാം സ്വർണം സമ്മതമില്ലാതെ പണയം വെച്ച് പണം തട്ടിയെന്നാണ് കേസ്. അച്ചൻകാനം പഴയച്ചിറയിൽ ബിൻസി ജോസാണ് അറസ്റ്റിലായത്. സ്വർണം പണയം ലഭിച്ചു കിട്ടിയ പണം ആഭിചാര ക്രിയകൾക്ക് ഉപയോഗിച്ചുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മകളുടെ 10 പവൻ സ്വർണം, മരുമകളുടെ 14 പവനും മൊത്തം 24 പവൻ സ്വർണമാണ് ബിൻസി ജോസ് വീട്ടിൽ നിന്നും കവർന്നത്. ആദ്യം ഇക്കാര്യം സമ്മതിക്കാൻ ഇവർ തയ്യാറായില്ല. പിന്നീട് ഭർത്താവ് ചോദ്യം ചെയ്തപ്പോഴാണ് ഇക്കാര്യം സമ്മതിച്ചത്. ഈ പണം എന്തിന് ചെലവഴിച്ചു എന്നിട്ടും ബിൻസി വെളിപ്പെടുത്തിയില്ല. കൂടാതെ സമീപത്തെ മറ്റാളുകളിൽ നിന്നും പ്രാഥമിക സംഘങ്ങളിൽ നിന്നും ഇവർ പണം മേടിച്ചിട്ടുണ്ട്. ഇതൊന്നും തിരിച്ചു നൽകാതെ വന്നതോടെ വീട്ടിലേക്ക് പണം ചോദിച്ച് ആളുകൾ എത്താൻ തുടങ്ങി. ആദ്യം കുടുംബ വീട്ടിലേക്ക് താമസം മാറിയ ബിൻസി പിന്നീട് ഒളിവിൽ പോവുകയായിരുന്നു. സൈനികനായ മകൻ പരാതി നൽകിയതോടെ ബിൻസി മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചു. എന്നാൽ 10 ദിവസത്തിനുള്ളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാനായിരുന്നു നിർദ്ദേശം. എന്നാൽ ഈ നിർദ്ദേശവും ബിൻസി പാലിച്ചില്ല. ആഭിചാരക്രിയ നടത്തുന്നയാളെ കാണാൻ ബിൻസി എത്തിയെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് വണ്ടിപ്പെരിയാറിൽ നിന്നുമാണ് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. സമീപവാസികളിൽ നിന്ന് ഒരുപാട് പണം പല സമയങ്ങളിലായി കൈപ്പറ്റുകയും അതുപോലെ തന്നെ പല ആളുകളുടെയും സ്വർണ്ണാഭരണങ്ങളും മറ്റും വാങ്ങി പണയം വെച്ചതായിട്ടും വെളിവായിട്ടുള്ളതാണ്. ഇത് പണം ഈ ആഭിചാര കർമ്മം പോലെയുള്ള എന്തോ കാര്യങ്ങൾക്കൊക്കെ വിനിയോഗിക്കുന്നതായിട്ടാണ് മനസ്സിലായിട്ടുള്ളത്. കാരണം ഇവര് അങ്ങനെ ഈ ആഭിചാര കർമ്മങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളുടെ അടുത്തൊക്കെ സ്ഥിരമായിട്ട് ഇവര് പോകുന്നതായിട്ട് മനസ്സിലായിട്ടുണ്ട്. ബിൻസി ഇതിനു മുമ്പും ഇത്തരം സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നാണ് കുടുംബം പറയുന്നത്. ഇങ്ങനെ ലഭിച്ച പണം ഇവർ ആഭിചാര ക്രിയകൾക്കും മറ്റും ചെലവാക്കിയെന്നാണ് സൂചന. കോടതിയിൽ ഹാജരാക്കിയ ബിൻസിയെ റിമാൻഡ് ചെയ്തു. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.